കേരളത്തിന്റെ തീർത്ഥാടന വിനോദസഞ്ചാരത്തിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. കേരള സംസ്ഥാനത്തിന്റെ ഏറ്റവും പുതിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാലും അതിന് ഉത്തരം ഈ ജില്ല തന്നെ. ആലപ്പുഴ ജില്ലയിൽ വനമില്ല, എന്നാൽ കടലുണ്ട് ആവശ്യത്തിലേറെ. എന്നാൽ ഈ ജില്ലയുടെ ഏറിയ പങ്കും വനമാണ്. കടൽ മരുന്നിനു പോലും ഇല്ല. അങ്ങനെ വളരെയേറെ പ്രത്യേകതകളുള്ള ഈ ജില്ലയുടെ പേരാണ് പത്തനംതിട്ട. കേരളീയം അങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞ് 9ാം ഭാഗമായി. പത്തനംതിട്ടയുടെ കാഴ്ചകളിലേക്ക്, അവിടുത്തെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ഗവി. പത്തനംതിട്ട ജില്ലയിലെ ഒരു നിത്യഹരിത വനപ്രദേശമാണ് ഗവി. പശ്ചിമഘട്ടത്തിന്റെ പെരിയാർ കടുവ സങ്കേതത്തിന്റെ ഭാഗമായ ഇവിടെ വനം വികസന കോർപ്പറേഷൻ ഒരുക്കുന്ന നിയന്ത്രിത വിനോദസഞ്ചാര സൗകര്യങ്ങൾ നിലവിലുണ്ട്. കൊടും വേനലിൽ പോലും വൈകിട്ടായാൽ ചൂട് 10 ഡിഗ്രിയിലേക്ക് എത്തുന്ന പ്രദേശമാണിത്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പൂക്കളും മരങ്ങളും പ്രകൃതി സ്നേഹികളെ ആകർഷിക്കാറുണ്ട്. പക്ഷി നിരീക്ഷകർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമാണ് ഗവി. കിലോമീറ്ററുകളോളം നീളത്തിൽ കാടിന്റെ ഹൃദയത്തിലൂടെയുള്ള യാത്ര വിനോദസഞ്ചാരികളിൽ പലർക്കും ഒരു നവ്യാനുഭവമാകും. പെരുന്തേനരുവി വെള്ളച്ചാട്ടം. പത്തനംതിട്ടയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി. ഇത് പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ പമ്പാ നദിയുടെ ഒരു പോഷക നദിയായ പെരുന്തേനരുവിയിലാണ് ഈ വെള്ളച്ചാട്ടം. വളരെ മനോഹരമായ പാറക്കെട്ടുകൾ ഇവിടെയുണ്ട്. സീതയും രാമനും രഥത്തിൽ പോയി എന്ന് പഴമക്കാർ പറയുന്ന ചില അടയാളങ്ങൾ ഈ പാറക്കെട്ടുകളിൽ ചിലതിലുണ്ട്. കേരള ടൂറിസം വകുപ്പിന്റെ വകയായി വിനോദസഞ്ചാരികൾക്കായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം. AD 8ാം നൂറ്റാണ്ടിൽ പല്ലവരഥ ശില്പശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഗുഹാക്ഷേത്രമാണ് കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം. പുരാവസ്തു വിദഗ്ധനായ കൃഷ്ണചൈതന്യ ഇവിടെയുള്ളതുപോലെ ദ്വാരപാലക ശില്പങ്ങൾ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. പാറ തുരന്ന് 20 അടി വ്യാസത്തിൽ ഗർഭഗൃഹവും അതിന്റെ മധ്യത്തിലായി 3.5 അടി പൊക്കത്തിൽ വലിയ ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പാണ്ഡവരുടെ വനവാസകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഇതെന്ന് ഐതിഹ്യത്തിൽ പറയുന്നു. വനനിബിഡമായ തൃക്കക്കുടി ഗുഹാപരിസരത്ത് ഒളിവിൽ കഴിഞ്ഞ പാണ്ഡവർ പ്രദേശ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയോട് കൂടിയ ഗുഹാക്ഷേത്രം നിർമ്മിച്ചുവെന്നാണ് വിശ്വാസം. കൗരവർ പാണ്ഡവരെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ സഹോദരനായ ഭീമനെയും മറ്റു പാണ്ഡവരെയും കോഴിയുടെ രൂപത്തിലെത്തി അറിയിച്ചതിനാലാണ് ഇന്നും ക്ഷേത്ര നിർമ്മാണം പൂർണ്ണതയിലെത്താത്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കക്കി അണക്കെട്ട്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി വനമേഖലയിൽ പമ്പാ നദിയുടെ പോഷക നദിയായ കക്കി നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് കക്കി അണക്കെട്ട്. പെരിയാർ നാഷണൽ പാർക്കിനോട് ചേർന്നുള്ള വനമേഖലയിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. വനമേഖല ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ പച്ചപ്പ് നിറഞ്ഞതും കണ്ണിന് ഫ്രഷ്നസ് നൽകുന്ന അനുഭവം സമ്പാദിക്കും. നിരവധി പക്ഷിമൃഗജാലകങ്ങളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നേരിട്ട് കാണാനും ഇവിടെ അവസരമുണ്ടായേക്കും. കോന്നി അടവി എക്കോ ടൂറിസം പദ്ധതി. പത്തനംതിട്ട ജില്ലയിൽ നടപ്പാക്കിയ ഒരു എക്കോ ടൂറിസം പദ്ധതിയാണ് കോന്നി അടവി എക്കോ ടൂറിസം പദ്ധതി. 2008 കോന്നി ആനക്കൂട് കേന്ദ്രീകരിച്ച് ആവിഷ്കരിച്ച പദ്ധതിയിൽ പിന്നീട് അടവി മണ്ണീറയിലെ കുട്ടൻ വഞ്ചി സവാരിയും ഉൾപ്പെടുത്തി. 1942 സ്ഥാപിച്ച ആനക്കൂടും സ്ഥലവും ഏകദേശം 9 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു. 6 ആനകൾക്ക് പരിശീലനം നൽകുവാനുള്ള ശേഷിയുണ്ട്. കോന്നിയിൽ നിന്നും 16 കിലോമീറ്റർ അകലെ അച്ചൻകോവിൽ നദിയുടെ കൈവഴിയായ കല്ലാറിൽ ഒരുക്കിയിരിക്കുന്ന കുട്ടൻവഞ്ചി യാത്ര കേരളത്തിൽ ആദ്യമായാണ്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം. പത്തനംതിട്ട എങ്ങനെ കേരളത്തിന്റെ തീർത്ഥാടന വിനോദസഞ്ചാരത്തിന്റെ ആസ്ഥാനമാകുന്നു എന്ന് നോക്കാം. ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളുടെ ഒരു നീണ്ട പട്ടികയുള്ള നാടാണ് പത്തനംതിട്ട. ശബരിമല. പത്തനംതിട്ട ജില്ലയിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രത്തിലൊന്നാണ് ശബരിമല. ഏകദേശം 3 മുതൽ 5 കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത്. നാനാജാതി മതസ്ഥർക്കും ഇവിടെ പ്രവേശനം അനുവദനീയമാണ്.
എന്നാൽ ഇരുമടിക്കെട്ടുമായി വരുന്നവരെ മാത്രമേ പവിത്രമായ 18 പടികൾ കയറാൻ അനുവദിക്കൂ. ദേവസ്വം ബോർഡിനു കീഴിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണിത്. മഞ്ഞിനിക്കര ദയറ കേരളത്തിലെ പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മഞ്ഞിനിക്കര ദയറ എന്നറിയപ്പെടുന്ന മോർ ഇഗ്നേഷ്യസ് ദയറ. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിലെ സമീപം സ്ഥിതി ചെയ്യുന്ന മഞ്ഞിനിക്കര കുന്നിലാണ് ഈ സന്യാസാശ്രമം സ്ഥാപിതമായിരിക്കുന്നത്. സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ തലവനായ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസിന്റെ കബറിടം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഫെബ്രുവരി 12-13 തീയതികളിൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ പദയാത്രാ സംഘങ്ങളായി ഇവിടേക്ക് വരാറുണ്ട്. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ചതുർബാഹുവായ വിഷ്ണുവിന്റേതാണ് ആറന്മുള വിഗ്രഹം എന്നാണ് വിശ്വാസം. ഭാരതയുദ്ധത്തിൽ ഭീഷ്മർ അർജുനനെ നിഗ്രഹിച്ചേക്കുമെന്ന് പേടിച്ച് ശ്രീകൃഷ്ണൻ അവലംബിച്ച വിശ്വരൂപത്തിന്റെ നിലയിലാണെന്നാണ് ചിലർ കരുതുന്നത്. ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന ആറന്മുള വള്ളം സദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ആയിരങ്ങൾ പങ്കുകൊള്ളുന്ന വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകുമെന്നാണ് വിശ്വാസം. തിരുവോണത്തോണിയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ഉത്രട്ടാതി വള്ളംകളിയും വഞ്ചിപ്പാട്ടിന്റെ താളവും പമ്പാ നദിയുടെ പുണ്യവും ആറന്മുള ക്ഷേത്രത്തെ പരിപാവനമാക്കുന്നു. 18-ാം നൂറ്റാണ്ടിലെ ചിത്രകാരന്മാർ വരച്ച നിരവധി ചുമർ ചിത്രങ്ങളും ക്ഷേത്രത്തിൽ കാണാം. പരുമലപ്പള്ളി പത്തനംതിട്ട ജില്ലയിലെ പരുമല എന്ന ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ ദേവാലയവും പ്രമുഖ തീർത്ഥാടന കേന്ദ്രവുമാണ് പരുമലപ്പള്ളി. ഭാരതത്തിലെ ക്രൈസ്തവ സഭകളിൽ നിന്ന് ആദ്യം പരിശുദ്ധ സ്ഥാനം നേടിയ പരുമല തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം തിരുവല്ലയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ഈ പള്ളി പലതവണ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന് വേദിയായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ കത്തോലിക്ക സ്ഥാനാരോഹണം നടത്തിയിട്ടുള്ളതും പരുമലപ്പള്ളിയിൽ വെച്ചാണ്. മാരാമൺ കൺവെൻഷൻ മാർത്തോമ സഭയുടെ ഒരു പോഷക സംഘടനയായ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ക്രിസ്തീയ കൂട്ടായ്മയാണ് മാരാമൺ കൺവെൻഷൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മയായി ഇത് കണക്കാക്കപ്പെടുന്നു. എല്ലാ വർഷവും ഫെബ്രുവരി മാസം പത്തനംതിട്ട ജില്ലയിലെ മാരാമണ്ണിൽ പമ്പാ നദിയുടെ തീരത്താണ് കൺവെൻഷൻ നടത്തപ്പെടാറുള്ളത്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ 1896 ആരംഭിച്ചത്. അയ്യരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്തുള്ള ചെറുകോൽപ്പുഴയിൽ പമ്പാ നദി തീരത്ത് 1912 മുതൽ എല്ലാ വർഷവും ഫെബ്രുവരിയിൽ ക്രമമായി നടന്നുവരുന്ന ഹിന്ദുമത കൺവെൻഷനാണ് അയ്യൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് എന്നറിയപ്പെടുന്നത്. ചട്ടമ്പിസ്വാമിയുടെ അനുയായിയായ സ്വാമി തീർത്ഥപാദ പരമഹംസയാണ് ഈ കൺവെൻഷന് തുടക്കം കുറിച്ചത്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. കടമിനിട്ട കവിയൂർ ശ്രീവല്ലഭ ക്ഷേത്രങ്ങളും ചരിത്രപ്രസിദ്ധമായ നിരണം പള്ളിയും മലങ്കര മാർത്തോമ സിറിയം പള്ളിയുടെ ആസ്ഥാനമായ തിരുവല്ലപ്പള്ളിയും നിലനിൽക്കുന്ന ഈ ഭൂമിയെ കേരളത്തിന്റെ തീർത്ഥാടന വിനോദസഞ്ചാരത്തിന്റെ ആസ്ഥാനം എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? പത്തനംതിട്ടയുടെ മറ്റൊരു പ്രത്യേക അഭിമാനമാണ് ആറന്മുള കണ്ണാടി. രസം ഉപയോഗിച്ചുണ്ടാക്കുന്ന ദർപ്പണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ഫടികത്തിനു പകരം പ്രത്യേക ലോഹക്കൂട്ടിലാണ് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത്. ഇതിന്റെ ഒരു വശം ഉരച്ചു മിനുക്കിയെടുത്താണ് ദർപ്പണ സ്വഭാവം വരുത്തുന്നത്. കേരളത്തിന്റെ പൈതൃക ബിംബങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത ഇതിന്റെ മുൻപ്രതലമാണ് പ്രതിഫലിക്കുന്നത് എന്നാണ്. സാധാരണ സ്ഫടിക കണ്ണാടികളിൽ പിൻപ്രതലമാണ് പ്രതിഫലിക്കുക. ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ കേരളത്തിൽ നിന്നുള്ള ആറന്മുള കണ്ണാടി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 153ഓളം ഉൽപ്പന്നങ്ങൾക്കാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിട്ടുള്ളത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കേരളത്തിൽ നിന്ന് ഈ ഇനത്തിലേക്ക് ആദ്യം എത്തിയത് ആറന്മുള കണ്ണാടിയാണ്. പത്തനംതിട്ടയിലെ കാഴ്ചകളെപ്പറ്റി കൂടുതൽ അറിവ് നൽകാൻ ഈ വീഡിയോ സഹായിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകൾക്ക് നിങ്ങൾക്ക് വേഗം ലഭിക്കാൻ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ കേരളത്തിന്റെ അടുത്ത ജില്ലയുമായി അടുത്ത വെള്ളിയാഴ്ച. താങ്ക് യു.